എല്ലാവർക്കും നമസ്കാരം. ട്രാവൻകൂർ ന്യൂസ് 24/7 മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഇന്നലെ വാർത്താമാധ്യമങ്ങൾ കണ്ടപ്പോൾ ഞാൻ ചെയ്യണമെന്ന് ഉദ്ദേശിച്ച വീഡിയോയാണ്. പക്ഷെ അത് ചെയ്യാൻ സാധിച്ചില്ല. അത് ഞാൻ ഇന്നത്തേക്ക് മാറ്റിയതാണ്. ഇന്നലെ ഒരു ദിവസം ഉണ്ടായ 3 വാർത്തകളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഞാൻ സംസാരിക്കുന്നത്. ആദ്യത്തെ വാർത്ത, പത്തനംതിട്ടയിൽ അവിഹിത ബന്ധം ആരോപിച്ച് ഭർത്താവ് ഭാര്യയെയും കാമുകനെയും വെട്ടിക്കൊന്നു. 2, പാലക്കാട് അവിഹിത ബന്ധം ആരോപിച്ച് ഭർത്താവ് ഭാര്യയെ വെടിവെച്ച് കൊന്നിട്ട് അയാൾ സ്വയം വെടിവെച്ച് ജീവനൊടുക്കി. ആലപ്പുഴ റെയിൽവേ ട്രാക്കിൽ യുവതിയുടെ മൃതദേഹം കാണപ്പെട്ടു. അവർ വന്ന ബൈക്ക് റെയിൽവേ ഗോഡൌണിനടുത്ത് കാണപ്പെട്ടു. ഈ മരിച്ച 35-കാരി ശ്രുതി എന്നോ മറ്റോ ആണ് പേര്. 3 കുട്ടികളുടെ മാതാവാണ്. 2, 3, 5, 2, 7 മരണങ്ങൾ ഒരു ദിവസം സംഭവിച്ചതിന് പിറകില് അവിഹിതം എന്ന ഒരൊറ്റ വാക്ക് മാത്രമേ പറയാനുള്ളൂ. ഇതിലൂടെ അനാഥമാകുന്ന കുറെ ജീവിതങ്ങളുണ്ട്. ഈ പറഞ്ഞ പത്തനംതിട്ടയിലെ വൈഷ്ണ അവരുടെ 2 കുട്ടികൾ വഴിയാധാരമാവുകയാണ്. കാരണം ഭർത്താവ് ജയിലിലേക്ക് പോവുകയാണ്. ഈ ആലപ്പുഴ മരിച്ച സ്ത്രീയുടെ 3 കുട്ടികൾ, ഇവർ മറ്റുള്ളവരുടെ മുഖത്ത് എങ്ങനെ നോക്കും? അമ്മ മറ്റൊരുവന്റെ കൂടെ ഇറങ്ങിപ്പോയി ആത്മഹത്യ ചെയ്തു. ഇതാണ് കുട്ടികൾക്ക് മരണം വരെയുള്ള അവരുടെ ഐഡന്റിറ്റി. ഇതിനെക്കുറിച്ചൊന്നും ഒരു വികാരാവേശത്തിൽ സ്ത്രീകൾ ബോധവതികളാകുന്നില്ല എന്നുള്ളതാണ്. പുരുഷന്മാർ അസാൻമാർഗികൾ, അവർ സ്ത്രീലമ്പടൻ, മറ്റു സ്ത്രീകളുടെ പുറകെ പോകുന്നവൻ എന്നൊക്കെയുള്ള വാക്കുകൾ ഉപയോഗിച്ച് പുരുഷവർഗത്തെ അങ്ങേയറ്റം അപമാനിക്കുന്നത് കാണാറുണ്ട്. അല്ലെങ്കിൽ ഓരോ പുരുഷനെ നോക്കാൻ സ്ത്രീലമ്പടനല്ലേ. അതിലെ സ്ത്രീ എന്നുള്ള വാക്ക് മനഃപൂർവ്വം മറന്നുകൊണ്ടാണ് നിങ്ങൾ പുരുഷന്മാരെ അപമാനിക്കുന്നത്. കാരണം പുരുഷൻ ചെയ്യുന്ന ഏതൊരു അസാൻമാർഗ പ്രവൃത്തിക്കും വ്യഭിചാരത്തിനും തൊട്ടപ്പുറേ കൂടെ ഉള്ളത് ഒരു സ്ത്രീയാണ്. അവിടെ ആ സ്ത്രീ എന്നുള്ള വാക്ക് മറക്കപ്പെടുകയും പുരുഷനെ ഒരു വൃത്തികെട്ടവനായിട്ട്, അസാൻമാർഗിയായിട്ടും അഴിഞ്ഞാട്ടക്കാരനായിട്ടും കാണുകയാണ്. അതവിടെ നിൽക്കട്ടെ. സ്ത്രീ പക്ഷപാതിത്വം, പുരുഷപക്ഷപാതവും ഒന്നും ഞാൻ നടത്തുന്നില്ല. പക്ഷെ എന്തുകൊണ്ടാണ് സ്ത്രീകൾ നിങ്ങൾ ഇങ്ങനെ ആവുന്നത് എന്നെനിക്ക് മനസ്സിലാവുന്നില്ല. ഇവിടെ എല്ലാം ഭർത്താക്കന്മാർ നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നവരാണ്. ഇന്നലെ നടന്ന 3 സംഭവങ്ങളിൽ സ്ത്രീകൾ ആരും ജോലിക്ക് പോയി കുടുംബം നോക്കുന്നവരല്ല. ഭർത്താക്കന്മാർ തന്നെ കഷ്ടപ്പെടുന്നവരാണ്. അവർക്ക് എപ്പോഴും കൊഞ്ചിക്കാനും ലാളിക്കാനും ഒന്നുമുള്ള സമയം എപ്പോഴും ലഭിച്ചെന്നിരിക്കില്ല. അവരുടെ മാനസികാവസ്ഥ എപ്പോഴും അങ്ങനെ ആയിരിക്കണമെന്നില്ല. കാരണം അവർ നേരിടുന്നത് 100 കൂട്ടം പ്രശ്നങ്ങളെയാണ്. ചെറിയ സമാധാനക്കേടുകൾ ഉണ്ടാവാം, സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം, ജോലി സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാവാം. അപ്പോൾ വിവാഹം കഴിഞ്ഞ് 5-6 മാസത്തെ സമയത്ത് അല്ലെങ്കിൽ കുഞ്ഞുണ്ടാകുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന ആ ഒരു സ്നേഹവും പരിലാളനയൊന്നും പ്രകടിപ്പിക്കാൻ സാധിക്കുന്നില്ലെങ്കിലും ഉള്ളിലെ സ്നേഹം അതിനേക്കാളൊക്കെ എത്രയോ മടങ്ങ് തീക്ഷ്ണമായിട്ടുണ്ട്. അതുകൊണ്ടാണ് തങ്ങൾ പ്രാണനെ പോലെ സ്നേഹിക്കുന്ന ഭാര്യ താനറിയാതെ മറ്റൊരാളുമായിട്ട് ബന്ധം പുലർത്തുന്നുവെന്നും തന്നെ വഞ്ചിക്കുന്നുവെന്നും അറിയുമ്പോൾ അയാളുടെ നിയന്ത്രണം വിട്ടുപോകുന്നത്. കുറേയൊക്കെ പേര് സംയമനം പാലിക്കാൻ കഴിവുള്ളവര്, കുഞ്ഞുങ്ങളെ ഓർത്തും മറ്റും പുരുഷന്മാർ അടങ്ങി നിൽക്കുന്നവരുണ്ടാവാം. പക്ഷെ അവരുടെയൊക്കെ മനസ്സിൽ നിങ്ങൾ എത്രത്തോളം ഉണ്ടാവും എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എപ്പോഴും നിങ്ങൾ ഓർക്കുക, നിങ്ങൾ പരാജയപ്പെടുകയാണ്. നിങ്ങളുടെ ഇഷ്ടക്കാർക്ക് വേണ്ടത് നിങ്ങളുടെ നല്ല പ്രായത്തിലുള്ള നല്ല ശരീരവും നിങ്ങൾ കൊടുക്കുന്ന സംഭാവനകളൊക്കെയാണ്. ശാരീരികമായോ മാനസികമായോ ഒക്കെയുള്ള സംഭാവനകളാവാം. അതൊക്കെ ഒരിക്കലും നിങ്ങൾ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനോ നിങ്ങൾ ഭാരങ്ങൾ ചുമക്കാനോ ഒന്നും അവരില്ല. നിങ്ങൾക്ക് മനസ്സാക്ഷിയോടുകൂടി നിങ്ങളുടെ മക്കൾ വഴിതെറ്റുമ്പോൾ അവരെ ശാസിക്കാനോ നിയന്ത്രിക്കാനോ നിങ്ങൾക്ക് സാധിക്കുമോ? ഒരിക്കലും സാധിക്കില്ല. അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത്, ഇപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ധാരാളം സമയം ലഭിക്കുന്നുണ്ട്. ജോലിക്ക് പോകാത്ത സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അരകല്ല്, ആട്ടുകല്ല്, ഇത്തരം കാര്യങ്ങളൊന്നുമില്ല. എല്ലാം അലക്ക് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വളരെ സമയലാഭമാണ്. അതുകൊണ്ട് വീട്ടിൽ ധാരാളം സമയം വെറുതെ ഇരിക്കാൻ കിട്ടുന്നു. ഇപ്പോൾ എന്തിനും ഏതിനും വാവളർന്ന് നിൽക്കുന്ന മൊബൈലും ഇന്റർനെറ്റും ഉണ്ട്. ഭർത്താക്കന്മാർ അവരുടെ പണിയുമായിട്ട് അവരുടെ ജോലി നോക്കിപ്പോകും. പിന്നെ വീട്ടിൽ നിങ്ങൾക്ക് ബോറടിക്കും, സ്വാഭാവികമാണ്. അപ്പോൾ നിങ്ങൾക്ക് പുതിയ പുതിയ കൂട്ടുകൾ കിട്ടും. അല്ലെങ്കിൽ ഭർത്താവിനോട് പറയാൻ വയ്യാത്ത കാര്യങ്ങൾ പോലും പറയാൻ സാധിക്കത്തക്ക രീതിയിലുള്ള ആത്മബന്ധങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പോഴും കുടുംബങ്ങളിൽ അസ്വസ്ഥത നിറച്ചുകൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന നൈമിഷികമായ ഈ
ചെറിയ ചെറിയ സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ജീവിതത്തിന്റെ സന്തോഷവും വിശ്വാസ്യതയുമല്ല നിങ്ങൾ കളഞ്ഞു കുളിക്കുന്നത്. ഭർത്താവിനോട് കാപ്പി കുടിച്ചോ ചായ കുടിച്ചോ എന്ന് ചോദിച്ചില്ലെങ്കിലും ഭർത്താവ് കേൾക്കാതെ രഹസ്യമായി കാമുകനോട് കാപ്പി കുടിച്ചോ ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കാൻ ഉത്സാഹം കാണിക്കുന്ന സ്ത്രീകളുണ്ട്. ഒരിക്കൽ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ വിശ്വാസം തിരിച്ചെടുക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് മനസ്സിലാക്കുക, നൈമിഷികമായ സുഖങ്ങൾ വേണോ, സന്തോഷമായ ഒരു കുടുംബജീവിതം വേണോ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുക. എന്തിനാണ് ജീവിതം ഇങ്ങനെ ഹോമിച്ച് കളയുന്നത്? എത്രയോ കൊലപാതകങ്ങൾ, അവിഹിത ബന്ധങ്ങളുടെ പേരിൽ നടത്തിയിരിക്കുന്ന കൊലപാതകങ്ങളുടെ കണക്കെടുത്താൽ അതിനും എണ്ണമില്ല. എന്തിനു വേണ്ടിയാണ് ഇതിനൊക്കെ പോകുന്നത്? സന്തോഷമായ ഒരു ജീവിതം കുടുംബത്തോടൊപ്പം മുന്നിലുള്ളപ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ സ്ത്രീകൾ തന്നെ നിങ്ങൾക്ക് താല്പര്യമില്ല, ഇയാളുടെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ല, എനിക്ക് മറ്റൊരാളാണ് സുഖം തരുന്നതെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പോകണം. കൂടെ ജീവിച്ചുകൊണ്ട് വഞ്ചിക്കരുത്. പക്ഷെ നൈമിഷിക സുഖങ്ങൾക്ക് വേണ്ടി ഈയാമ്പറ്റകളായി എരിഞ്ഞടങ്ങാതെ കേരളത്തിലെ കുടുംബങ്ങൾ ആരോഗ്യകരമായ സമൂഹങ്ങളെയും തലമുറകളെയും സൃഷ്ടിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. മറ്റൊരു വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു.